ഞങ്ങൾക്ക് കഴിഞ്ഞ 7 വർഷമായി മക്കളില്ല. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്കാണ് പ്രശ്നം, എൻ്റെ ഭാര്യയ്ക്കാണ് പ്രശ്നം. പിന്നെ കുത്തുവാക്കുകളായി. എന്തിനാണ് ഉപേക്ഷിച്ചൂടെ, മക്കളുണ്ടായില്ലെങ്കിൽ പിന്നെ വേറൊരാളെ കല്യാണം കഴിച്ചൂടെ. ഞങ്ങൾ ട്രീറ്റ്മെന്റ് തുടങ്ങി. ഡോക്ടർ എപ്പോഴും പറയും പ്രാർത്ഥനയാണ് വലുത്, പിന്നെയുള്ള ട്രീറ്റ്മെന്റ്. എന്നിട്ടും എനിക്ക് ശക്തമായ ഒരു പ്രാർത്ഥന ഇല്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ. സയൻസ് അല്ലേ, സയൻസ് ആണ് വലുത്, സയൻസ് തരും. ഇതിനിടയ്ക്ക് കൃപാസനത്തെ കുറിച്ച് പലരും എന്നോട് പറയും. ഈ നാക്കുകൊണ്ട് തന്നെ ഞാൻ അന്ന് ഒരുപാട് തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം എല്ലാ മാസം ചെക്കപ്പിന് പോകും. അപ്പോൾ ഓരോ മരുന്നുകൾ കഴിക്കും. അപ്പോൾ എൻ്റെ ഭാര്യ അനിത പറയുന്നു, ശനിയാഴ്ച നമുക്ക് കൃപാസനത്തിൽ പോവാം. വ്യാഴാഴ്ച ദിവസം ടെസ്റ്റ് എടുക്കുന്നു. ഹോസ്പിറ്റലിലെ ഡോക്ടർ, ഗാനമരളിയ ഡോക്ടറാണ് ടെസ്റ്റ് എടുത്തത്. അവിടുന്ന് റിസൾട്ട് കണ്ട് നെഗറ്റീവ് ആണ്. മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ അറിയാതെ തന്നെ ഇവിടെ ടെസ്റ്റ് മേടിച്ചുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്തു. 2 റെഡ് ലൈൻ. ഉടനെ തന്നെ ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇല്ല നമ്മൾ ടെസ്റ്റ് ചെയ്താണല്ലോ. ഞങ്ങൾ ഇതിന് കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പള്ളിയിൽ പോകണം. അപ്പോൾ പോകാൻ വരട്ടെ, ശനിയാഴ്ച നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവാം, നമുക്കൊന്നുകൂടി നോക്കാം എന്താ സംഭവിച്ചത്. അപ്പോൾ ഡോക്ടർ ഒരു അതിശയോക്തിയോടെ പറഞ്ഞു, സത്യത്തിൽ ഇത് എനിക്ക് പറഞ്ഞുകൂടാ, അത് ഞങ്ങൾക്ക് പറഞ്ഞൂടാ. ഈ നിമിഷം എൻ്റെ കുഞ്ഞിന് 5 മാസമായി. ഞങ്ങൾക്ക് ഇപ്പോഴും അതിശയമാണ് എന്താണ് സംഭവിച്ചത് ജീവിതത്തിൽ. ഈ കൃപാസനത്തിന്റെ വാതിലിൽ വന്ന് നിന്നിട്ട് പോകണം എന്ന് മാത്രമേ ആശ്രയിച്ചുള്ളൂ, അന്ന് ആഗ്രഹിച്ചിട്ടുള്ളായിരുന്നു.